നമസ്തേ. കാളിപുത്രൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം നമ്മള് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ വീഡിയോയിൽ വന്നൊരു കമന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിലിപ്പോ ഒരാള് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ മക്കള് ഒന്നും ഒരു ഗുരുത്വത്തിലേക്ക് വരുന്നില്ല, മീൻസ് ഒരു കാര്യമായിട്ടുള്ള കുടുംബം നോക്കുന്ന ഒരു തലത്തിലേക്കും ആ ഒരു അവസ്ഥയിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ പറയുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങള്, അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതിന് എന്താണ് കാരണം എന്നുള്ളത് നോക്കേണ്ടത് തന്നെ ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാം. ഒന്ന്, കൈവശദോഷം കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാം. പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ടുള്ള 90% ആളുകളും സ്വന്തം കുടുംബത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് അനിയന്റെ ഫാമിലി അല്ലെങ്കിൽ ഏട്ടന്റെ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും റിലേഷനിലൂടെയാണ് അധികവും ഈ ബുദ്ധിമുട്ടുണ്ടായിട്ട് ആളുകൾ വന്നിരിക്കുന്നത്. അതിപ്പോ അവര് പറഞ്ഞ അടിസ്ഥാനത്തിലല്ല നമ്മളിത് പറയുന്നത്. കാരണം നമ്മളിത് നമ്മളെ അടുത്ത് വരുന്ന ആരായാലും ആ ആളിന്റെ ദോഷങ്ങൾ തീർക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾക്ക് ആരാണോ ചെയ്തത്, ആരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ആരാണെങ്കിലും അവന് തിരിച്ചടി കിട്ടണം എന്ന് പറഞ്ഞ് തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ അത് ആളെ പേര് പറഞ്ഞ് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള അധികവും അവരുടെ കുടുംബത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അതായത് അവരെങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നോ അതേ ഗതികേട്ടിലേക്ക് അവരുടെ ഫാമിലി വരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെയുള്ള കമന്റുകൾ വരും. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യ അതൊരു എന്താ പറയാ ദൈവികമായിട്ടുള്ളൊരു അവസ്ഥയാണ്. 10 പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് അതും പൂർണ്ണമായിട്ടും കൊടുക്കുന്നുമില്ല. അങ്ങനെ കിട്ടുന്ന വിദ്യകളാണ്. ആ വിദ്യകളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം നമ്മുടെ മെക്കിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ തിരിച്ചു ചെയ്യലാണ്ട് വേറെ നിവർത്തിയില്ല പറയൂ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അപ്പൊ ഈ ആളില് നമുക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, മക്കള് മദ്യപാനത്തിലേക്ക് വരുന്നു, പിന്നെ മറ്റുള്ള പല പ്രശ്നങ്ങൾ. മദ്യപാനത്തിലേക്ക് വരാനുള്ള പ്രയാസങ്ങളിൽ 2 കാരണങ്ങൾ, 2-3 കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, അവർ ഇത്രയും കാലം ജീവിച്ചിട്ട് അവർക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല, അവര് വിചാരിച്ച കാര്യങ്ങളൊന്നും അവരിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു കാരണം. അതുകൊണ്ട് തന്നെ അവര് സ്വയം ഈ മദ്യത്തിലേക്ക് പോകുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. കാരണം മദ്യം കഴിച്ചാൽ സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മളുടെ പലർക്കും ഉണ്ട്. എന്നാൽ മദ്യം കഴിച്ചവർക്കറിയാം ഇത് കഴിക്കുന്തോറും ഉള്ള ടെൻഷനുകൾ കൂടുക എന്നല്ലാതെ കുറയത്തൊന്നും. പിന്നെ കുറച്ച് സമയം ലക്കില്ലാതെ കിടന്നുറങ്ങാം, പക്ഷെ ആ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറുന്നില്ല. അത് മദ്യം കഴിച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. മദ്യം കഴിക്കേണ്ടെന്നല്ല, കഴിച്ചോളൂ, കഴിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു ലിമിറ്റ് വെച്ച് അവനവന്റെ ആവശ്യത്തിന് സന്തോഷിക്കാനുള്ള ഒരു പാനീയമായിട്ട് മദ്യത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് ഉണ്ടാതിരിക്കുന്നത് ഇപ്പോഴും സുഖം, എന്റെ ഒരു അഭിപ്രായമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ആ ഒരു മദ്യത്തിലേക്ക്, നിങ്ങളുടെ മക്കളെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, പൊതുവെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള അധികം ആളുകളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്ന പിന്നെ അതിലേക്ക് പോയി അത് കഴിച്ചാൽ കുറച്ച് മാറ്റം കിട്ടും എന്നുള്ള ധാരണയിൽ വന്നു, പിന്നെ അതൊരു അഡീഷനിലേക്ക് മാറി എന്നുള്ളത് പലപ്പോഴും പറയാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം വരാം. പിന്നെ ഈ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വയം ഇല്ലാതെയാവുക അല്ലെങ്കിൽ സ്വയം നശിക്കുക, അങ്ങനെയുള്ള ഒരു തലത്തിലേക്കൊക്കെയാണ് ഇത് കൂടുതലും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതിനും മദ്യവും മറ്റുള്ള ലഹരികളും ഒക്കെ ഒരു കാരണമാവാറുണ്ട്. ഇപ്പൊ ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ എന്റെ കമന്റ് ചെയ്യാം, എന്റെ കർമ്മത്തിൽ മദ്യവംസാദികൾ ഇല്ലേ എന്ന് ചോദിക്കാം. ഉണ്ട്, ഞാൻ കഴിക്കാറില്ല. ഞാനത് എന്റെ പ്രസാദം എന്ന രീതിയിൽ തൊട്ടെടുത്ത് അത് കളയാറാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ആദ്യം തട വെച്ചതാണ്. ഞാൻ കമന്റില് കൂടുതൽ നെഗറ്റീവ് വരണ്ട എന്ന് വിചാരിച്ച് തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ ഇങ്ങനെ ഈ 2 കാരണം കൊണ്ട്, ഒന്ന്, കൊച്ചുങ്ങള് മദ്യത്തിനെ ആശ്രയിക്കുന്നു തന്റെ സ്വയം പ്രശ്നങ്ങളിൽ നിന്ന് മാറാനും മറക്കാനും, മറ്റുള്ളവരുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാനും ഒക്കെ ഈ മദ്യത്തിനെ. കാരണം മദ്യപിച്ച് കഴിഞ്ഞൊരു വ്യക്തിയോട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. സംസാരിച്ചാലോ വെള്ളം ഇറങ്ങട്ടെ എന്നിട്ട് പറയാന്നൊക്കെ ആയിരിക്കും പലരും പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്ത് വെള്ളം അടിച്ചിട്ട് അത് ഇറങ്ങിയിട്ട് പറയാനൊന്നും അവനെ കിട്ടുമൊന്നുമില്ല. അപ്പൊ അതിന് മദ്യപാനം നിർത്താനുള്ള ഡി അഡിക്ഷൻ സെന്ററുകളോ പോലെയുള്ളതോ അല്ലെങ്കിൽ അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക.
മക്കളെ ഇങ്ങനെ കള്ള് കുടിക്കല്ലേ എന്നുള്ള ഒരു അവസ്ഥ പറഞ്ഞു കൊടുത്തു. ഇനി അതല്ലാതെങ്കിൽ മറ്റുള്ള ചില കാര്യങ്ങൾ, രഹസ്യ കാര്യങ്ങളുണ്ട്, അതിലൂടെ മുന്നോട്ട് പോകുന്നവര് അതിനും വഴികളുണ്ട് നമുക്ക്. പൂർണ്ണമായിട്ടും അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും എനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ ഒരു കാര്യം, അതായത് ഒന്ന് മദ്യം കൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരുന്നു, ചിന്തിക്കുന്നു, ഒളിച്ചോടാനുള്ള ശ്രമങ്ങൾ, പിന്നെ മറ്റുള്ളവർ നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ദോഷഫലങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു എന്താ പറയാ ജിജ്ഞാസയോട് കൂടി അത് തുടങ്ങിയിട്ട് പിന്നെ അതിലേക്ക് അഡീഷനിലേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള 3-4 കാരണങ്ങൾ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. കാരണം ഞാനത് ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ മദ്യത്തിലേക്ക് വരുന്നത്, എന്തിനാ മദ്യം ഇങ്ങനെ കഴിക്കുന്നത്, മദ്യം കഴിച്ചിട്ട് എന്താ ഗുണം എന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് പറയുന്ന ചില കാര്യങ്ങളിലാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവും. നമ്മളുടെ കുടുംബത്തിൽ ആരും തന്നെ നേരെ ചൊവ്വേ ആവില്ല. ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാള് അതേപോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് മദ്യപാനം കുറച്ചു, സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ആള് കുറച്ച് കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 കേസ് ഇപ്പൊ എന്റെ മുന്നിലുണ്ട്. അപ്പോ ഇത് എന്തുകൊണ്ടാണ് എന്നറിയാൻ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടതിനോട് കാര്യമില്ല. ഇപ്പൊ പലരും എന്നെ വിളിക്കുമ്പോഴേക്ക് ഞാൻ മറ്റുള്ളവർ പറയുന്ന പോലെ ഒരുപാട് കാശിന്റെ കണക്ക് പറയുന്നു, അങ്ങനെ നീ വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വിളിക്കാം, പറയാം. പിന്നെ വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് മാത്രമേ, നിർത്താതുള്ള വിളി, അതായത് എടുക്കുന്നവരെ അങ്ങ് വിളിക്കുക എന്നുള്ള ഒരു ചിന്താഗതി വേണ്ട. ആര് വിളിച്ചാലും ആ കോള് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കും. ചില സമയങ്ങളിൽ കോള് കാണാറില്ല, കാരണം 2 നമ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു നമ്പറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ നമ്പറിൽ വരുന്ന കോളുകൾ എനിക്ക് മിസ്ഡ് കോൾ ആയിട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നും ഇപ്പൊ രാവിലെ ഒരു 9 മണിക്ക് ഒരാള് എൻ്റെ അടുത്ത് വന്നതാണ്. അവർക്ക് നട്ടലിന് വളവ് ഒരു പ്രശ്നമായിരുന്നു. ഒരു ചെറിയൊരു കൊച്ചാണ്. അപ്പൊ അവർക്ക് അത് ക്ലിയർ ആക്കി കൊടുക്കുമ്പോഴത്തേ ഏകദേശം ഒരു 11:45 കഴിഞ്ഞു. ക്ലിയർ ആക്കി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നേരെയാക്കി എന്നല്ല, പക്ഷെ അവൾക്ക് ആ ബുദ്ധിമുട്ട് കുറെ മാറി കിട്ടി. അത് ഇനിയും അടുത്ത 1, 2, 3 കൺസൾട്ടിങ്ങിനോട് കൂടിയിട്ട് അത് മാറ്റം വരും എന്നുള്ള ഒരു വിശ്വാസം അവരിൽ വന്നു. എന്റെ ഒരു പ്രതീക്ഷയും അവരുടെ വിശ്വാസവുമാണ്. നമ്മൾ മുഖാന്തരം അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ നട്ടലിന് വളർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ഈ ഒരു ഏജില്. അതിനൊരു മാറ്റം വന്നു ആ കുട്ടിക്ക്. ഇപ്പം അതായത് ഒരു സൈഡ് കിടക്കാൻ പറ്റാതെ, മലർന്ന് കിടക്കാൻ പറ്റാതെ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം അവർക്ക് വന്നു. അവർക്ക് നല്ല രീതിയിൽ കിടക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഇന്നിപ്പോ ഈ ഒരു 2-3 മണിക്കൂർ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ റിക്കവർ ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനും ഈ ഒരു അവസ്ഥ നിങ്ങൾ ആദ്യം വിളിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ അതേ സെയിം പ്രശ്നങ്ങൾ തന്നെയായിരിക്കും, പക്ഷെ പ്രശ്ന കാരണം അതായിരിക്കണം എന്നില്ല. ഈ കാരണം തന്നെ ആയിക്കൊള്ളുന്നില്ല 2 പ്രശ്നങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട്, കാരണം ഇങ്ങനെ കമന്റ് ഇട്ടാൽ ഞാൻ കമന്റ് ശ്രദ്ധിച്ചോളുന്നില്ല. കാരണം എന്റെ അവസ്ഥ അതാണ് ഇപ്പൊ. കാരണം എന്താ പറയാ, ഒന്നിനും ഒരു ഒഴിവില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അവസ്ഥയ്ക്ക്.